നമസ്കാരം. ഞാൻ കവാല ശശികുമാർ. ഓ നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു കരുതലേ. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ്. എവിടുത്തെ ശ്രീരാമക്ഷേത്രം? അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന ഈ കരുതൽ വളരെയേറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ആ കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന, എന്ന് വിശ്വസിക്കുന്ന, എന്ന് സങ്കല്പമുള്ള, എന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ ശ്രീരാമചന്ദ്രന് ഒരു ക്ഷേത്രമുണ്ടാക്കുക എന്ന ഒരു നിശ്ചയം, ആ നിശ്ചയം സാർവത്രികമായി അംഗീകരിക്കപ്പെടുകയും അത് നടപ്പാക്കുകയും ചെയ്തു. അത് നടപ്പാകുന്നതിന് മുമ്പ് അത് നടപ്പാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകൾ, അവരുടെ എല്ലാം ലക്ഷ്യം രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുത്തുക, അവരെ തമ്മിൽ സംഘടനത്തിലേർപ്പെടുത്തുക, അങ്ങനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നടന്നിരുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ ആ ലക്ഷ്യങ്ങളെല്ലാം പാഴാക്കിക്കൊണ്ട്, ആ ലക്ഷ്യങ്ങളെല്ലാം തകർത്തുകൊണ്ട് അയോധ്യയിൽ സമാധാനപൂർണ്ണമായിട്ട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സമരസപ്പെടലിൻ്റെ, ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രാമക്ഷേത്രം നിർമ്മാണം ഉണ്ടായി. ആ രാമക്ഷേത്ര നിർമ്മാണം ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച, രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും ഉണ്ടായ ഒരു വലിയ സംഭവം. ആ സംഭവത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി ഇന്ന് വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം അതങ്ങനെ എത്തിപ്പെടുവാനുള്ള കാരണം, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വിശ്വാസികൾ സമർപ്പിച്ച കാണിക്ക, അവിടെ സമർപ്പിച്ച ദ്രവ്യങ്ങൾ, അത് എല്ലാം മോഷണം പോയി, അതെല്ലാം കാണാതായി, അതാരോ തട്ടിയെടുത്തു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഒന്നും കൂടി ആലോചിക്കണം. അയോധ്യയിലെ ക്ഷേത്രകാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ഈ താല്പര്യം, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. അയോധ്യ ഈ ലോകശ്രദ്ധയിൽ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ തോതിലൊന്നുമല്ല. അവിടുത്തെ സമർപ്പിച്ചപ്പെട്ട സ്വർണവും വെള്ളിയും കാണിക്കയും എല്ലാം കാണാതായി, കൊള്ള അടിക്കപ്പെട്ടു. ഉത്തരവാദികൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളാണ്. ഇതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടങ്ങിയ ആഹ്വാനങ്ങളും പ്രസ്താവനകളും ആക്ഷേപങ്ങളും ഒക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനത്ത് മാത്രമല്ല ഉള്ളത്, അത് സംസ്ഥാനം കടന്ന്, രാജ്യം കടന്ന് ലോകം മുഴുവൻ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പല വാർത്താ മാധ്യമങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ, രാമൻ ജനിച്ചിട്ടുണ്ടോ, രാമൻ തന്നെ ഉണ്ടോ, രാമായണം പോലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ, അവർ പോലും ഈ കാര്യത്തിൽ ശക്തമായ പ്രസ്താവനകളും എതിർപ്പുകളും ആവശ്യങ്ങളും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അത് ദേശീയ ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറയുന്ന ഈ ഇന്ത്യ സഖ്യമുണ്ടല്ലോ, ആ മതേതരത്വ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, CPM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ തുടങ്ങിയ ആളുകൾ ഈ മേഖലയിൽ പ്രസ്താവനയുമായി വന്നിരിക്കുമ്പോൾ അവരുടെ താല്പര്യം എന്താണെന്ന് ചോദിക്കരുത്. കാരണം അവരുടെ താല്പര്യം UP-യിലെ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിനുള്ള താല്പര്യം എന്താണോ, ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഖാർഗെയ്ക്ക് ഉള്ള താല്പര്യം എന്താണോ, രാഹുൽ ഗാന്ധിക്കുള്ള താല്പര്യം എന്താണോ, പ്രിയങ്ക ഗാന്ധിക്കുള്ള താല്പര്യം എന്താണോ, അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കുള്ള താല്പര്യം എന്താണോ, അതേ താല്പര്യം തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പിണറായി വിജയനും ഉള്ളത്. പിണറായി വിജയൻ മാത്രമല്ല, CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്, രാമനോടുള്ള ഭക്തി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ സർക്കാർ മൂന്നാമത്തെ തുടരാൻ സാധ്യത ഉള്ള തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അത് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് 2027 മാർച്ച് 27 ആ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ 9 മാസം മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. 9 മാസത്തിനുള്ളിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അങ്ങനെ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള യോഗി ആദിത്യനാഥിൻ്റെ പദ്ധതി തകർക്കണം. അങ്ങനെ പദ്ധതി തകർത്ത് കഴിഞ്ഞാൽ, രാമനിലൂടെ ജയിച്ചു വന്ന യോഗിയെ രാമക്ഷേത്രത്തിലൂടെ പുറത്താക്കാൻ കഴിഞ്ഞാൽ, പിന്നെ അടുത്ത ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെയും 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഏപ്രിൽ മാസമായിരിക്കണം ആ തെരഞ്ഞെടുപ്പ് വരേണ്ടത്, ആ തെരഞ്ഞെടുപ്പിലൂടെ അവരെയും പുറത്താക്കുക. അങ്ങനെ രാമനിലൂടെ അധികാരത്തിലെത്തി ഇന്ത്യ സഖ്യം ദേശീയ രാഷ്ട്രീയം
ദേശീയ ഭരണം കൈയാളാൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഈ ബഹളങ്ങൾ. ആഹാ, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്നൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അതിന് അയോധ്യയിലെ കാണിക്ക വിവാദം ഉപകരണമായാൽ നല്ലത് എന്നുള്ളതാണ്. പക്ഷേ നേരെ നടക്കുന്നു, കാര്യങ്ങളൊക്കെ പോയി. ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ അയോധ്യയിൽ കാണിക്കയായി സമർപ്പിക്കപ്പെട്ട സ്വർണം കാണാതായി, വെള്ളി കാണാതായി, കാണിക്ക മുഴുവൻ കാണാതായി എന്നൊക്കെയുള്ള ആക്ഷേപമായിരുന്നു. പക്ഷേ ഈ ആക്ഷേപം ഉണ്ടായപ്പോൾ, ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ട യോഗി ആദിത്യനാഥിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തെളിഞ്ഞു. അതായത് അവിടെ സമർപ്പിക്കപ്പെട്ട വെള്ളിയോ സ്വർണമോ മറ്റ് ദ്രവ്യങ്ങളോ ഒന്നും കാണാതെ പോയിട്ടില്ല. അതെല്ലാം കൃത്യമായി രജിസ്റ്ററിലുണ്ട്. അതെല്ലാം രജിസ്റ്ററിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രജിസ്റ്ററിൽ നിന്ന് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രത്തിൻ്റെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിൻ്റെ രേഖകളുമുണ്ട്. അത് അവിടെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വെള്ളിക്കട്ടികൾ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളി എല്ലാം ആഭരണങ്ങളാക്കാൻ, അത് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് തന്നെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ മുദ്ര ഉള്ള, ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമുള്ള മുദ്ര, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മുദ്രയുള്ള നാണയങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട്, വിനിമയത്തിനുള്ള നാണയങ്ങളല്ല, ഭക്തന്മാർക്ക് കൊടുക്കുവാനുള്ള നാണയങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അത് ഉരുക്കി ഉപയോഗിക്കുവാൻ വേണ്ടി വേണ്ട അതത് ശാലകളിൽ എത്തിച്ചതിൻ്റെ രേഖകളൊക്കെ അവിടെ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം പൊളിഞ്ഞ് അടുങ്ങി. അങ്ങനെ പദ്ധതിയുടെ പകുതി തകർന്നു. രണ്ടാം ഭാഗം കാണിക്കയുടെ കാര്യത്തിലാണ്. കാണിക്ക എടുക്കുന്നതിൽ, കാണിക്ക എണ്ണുന്നതിൽ ഒക്കെ സുതാര്യത കുറവുണ്ട്, അതിനകത്ത് സൂക്ഷ്മത കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സംഭവിച്ചു. അത് ഇപ്പോഴൊന്നുമല്ല, ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് വരുന്ന സ്വർണവും വെള്ളിയും ലഭ്യമായി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാണിക്കയിൽ അപഹരണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മുമ്പും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിന് ഈ 2024 ജനുവരി 23 അയോധ്യയിലേക്ക് സാധാരണ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 2.5 വർഷം. ആ 2.5 വർഷത്തിനുള്ളിൽ അവിടെ ഉണ്ടാക്കാവുന്ന സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുറ്റമറ്റതാണെന്ന് നമുക്ക് പറയാനായിട്ടില്ല. കേസ് അന്വേഷിക്കുന്നുണ്ട്. കേസ് അന്വേഷിച്ച സംഘം 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നായി ഇതിനകം 79.85 ലക്ഷം രൂപ അവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സംഭവമല്ല. അങ്ങനെ സംഭവമായി കാണാനും കഴിയില്ല. സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത്തറായി, മറ്റൊരു ട്രസ്റ്റിയായ അനിൽ മിശ്ര, ഇവർ രണ്ടുപേരും രാജിവെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അവരുടെ പേരിൽ ആക്ഷേപങ്ങളില്ല, അവരുടെ പേരിൽ ആരോപണങ്ങളില്ല, അവരുടെ പേരിൽ കുറ്റമില്ല. മറിച്ച് അവർ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ, MAB തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ കൂടി നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്, പറയേണ്ടതുമുണ്ട്. കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾ, മറ്റ് ക്ഷേത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, 2 ക്ഷേത്രങ്ങൾ, അത് പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ, ഒന്ന് ശബരിമലയും 2 ഗുരുവായൂരുമാണ്. ഈ രണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡുകൾ, ദേവസ്വം ബോർഡുകളാണ് അത് ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരാണ് വാസ്തവത്തിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മേൽനോട്ടങ്ങളും നിർവഹിക്കുന്നത്. തത്വത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിലും പ്രയോഗത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, പ്രയോഗത്തിൽ കണ്ടിരിക്കുന്നത് സർക്കാർ തന്നെ നേരിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. രാഷ്ട്രീയ ആളുകളാണ് അതിനകത്ത് നിയമിക്കപ്പെടുന്നത്. സർക്കാരിൻ്റെ സർക്കാരുകൾ മാറി മാറി വരുന്നതനുസരിച്ച് അതിൻ്റെ ഭരണ സംവിധാനത്തിലും മാറ്റങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ 2 ക്ഷേത്രങ്ങളിലും കേരളത്തിലെ ഹൈക്കോടതിയുടെ അനുമതിയും അറിവുമില്ലാതെ നയപരമായ ഒരു കാര്യങ്ങൾ ചെയ്യാനാവില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാനാവില്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നത് ഈ ക്ഷേത്രങ്ങളിലെ ഭരണസമിതി, ഈ ക്ഷേത്രങ്ങളിലെ സംവിധാനത്തിൽ, ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രങ്ങളിൽ പോലും ഈ തരത്തിലുള്ള അഴിമതികൾ, ഈ തരത്തിലുള്ള കുഴപ്പങ്ങൾ, ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നിർമ്മാണ കാര്യത്തിലും നയപരമായ കാര്യത്തിലും ഭരണസമിതികൾക്ക് ധാരാളം പരിമിതികൾ അതിനകത്തുണ്ട്. എന്നിട്ട് പോലും കോടതിയുടെ നിയന്ത്രണത്തിലും കോടതിയുടെ മേൽനോട്ടത്തിലുമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിൽ പോലും അവിടെ പലതരത്തിൽ ഉള്ള സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയിൽ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന, കോടതി നിയോഗിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിലെ കാണിക്കയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ആ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് കോടതി അനുവദിച്ച സമയം ജൂൺ 29, നാളെ അതിൻ്റെ കാലാവധി കഴിയുകയാണ്. ഇന്ന് വരെ കോടതി ആ കാര്യത്തിൽ കാലാവധി നീട്ടിക്കൊടുക്കുകയോ അതിൻ്റെ അന്വേഷണത്തിന് അതിൻ്റെ പുരോഗതി കോടതിയെ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നാളെ നിർണായകമായ ഒരു ദിവസമായതുകൊണ്ട് നാളെ ആ കാര്യത്തിൽ കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ കാലാവധി നീട്ടാനുള്ള അപേക്ഷ കൊടുത്തേക്കാം, കോടതി അംഗീകരിച്ചേക്കാം. കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും നമ്മുടെ ശബരിമലയിലെ പോറ്റിയെ കയറ്റിയ കാര്യമുണ്ടല്ലോ, ആ പോറ്റിയെ വീണ്ടും അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം.
ശബരിമലയിലെ കാണിക്ക എണ്ണുന്ന കാര്യത്തിലും കള്ളത്തരം ധാരാളം ഉണ്ടായിട്ടുണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നോ 1970-കൾ എന്നാൽ ഒരു 50 വർഷത്തിനേറെ മുമ്പ് തന്നെ ശബരിമലയിൽ ഭക്തന്മാർ സമർപ്പിച്ചിരുന്ന കാണിക്ക അത് മോഷ്ടിക്കപ്പെടുകയോ അത് ക്രമക്കേട് ഉണ്ടാവുകയോ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ക്ഷേത്രം പ്രസിദ്ധമായ ശേഷം അവിടെ ധാരാളം ആളുകൾ എത്താൻ തുടങ്ങുകയും കാണിക്കയുടെ തോത് വർദ്ധിക്കുകയും ചെയ്ത സമയത്ത് ഈ കള്ളത്തരത്തിൻ്റെ തോതും കൂടിയിട്ടുണ്ട്. കേരളം കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കോൺഗ്രസ് സർക്കാർ മാറി മാറി ഭരിച്ചിരുന്ന കാലത്ത് ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നത് ഇവർക്കാണ്. ഇപ്പോൾ നമ്മുടെ ഈ പിണറായി വിജയനും ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും MABBയും ഒക്കെ ആക്ഷേപിക്കുന്ന അല്ലെ ആരോപിക്കുന്ന അയോധ്യയിലെ പ്രശ്നം പോലെ ഈ കാണിക്ക എണ്ണൽ ശബരിമലയിൽ നടന്ന സമയത്ത് ഇവരൊക്കെ തന്നെയാണ് ഭരിച്ചിരുന്നത്. ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലായിരുന്നു സർക്കാരുകൾ ഉണ്ടായിരുന്നത്, ഭരണമുണ്ടായിരുന്നത്, ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച പല ഞെട്ടിക്കുന്ന വാർത്തകളും വന്നപ്പോൾ 1998 കാണിക്ക എണ്ണൽ ബാങ്ക് ജീവനക്കാരെ കൊണ്ട് നടത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും കാണിക്ക മോഷണം ഉണ്ടായി. 2008 ജീവനക്കാർക്കെതിരെ, ഈ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർക്കെതിരെ, സർക്കാരിൻ്റെ ജീവനക്കാർക്കെതിരെ, അവിടെ നിയോഗിച്ചിരുന്ന ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവരെ കൂട്ടത്തോടെ നടപടിയെടുത്തിട്ടുണ്ട്. 2011 അവിടെ CCTV സ്ഥാപിച്ചു. അങ്ങനെ CCTV നിരീക്ഷണത്തിലാണ് അവിടെ കാണിക്കേണ്ടതുണ്ടായത്. അപ്പോഴും കുറവുണ്ടായോ? അന്നേരവും ഇത് സംഭവിച്ചു. 2013 ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ഈ കോടതി അവിടെ മോഷണം നടക്കുന്നു, കാണിക്കേണ്ടതിൽ കൃത്രിമമുണ്ടെന്ന് പറഞ്ഞു. അവിടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും 2015 അവിടെ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. 2019 മുതൽ ഡിജിറ്റൽ മാപ്പിംഗ് അവിടെ വന്നിട്ടുണ്ട്, ഡിജിറ്റൽ ഇടപാടിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കാണിക്കേണ്ടത് ഉൾപ്പെടെ അന്നേരവും സംഭവിച്ചിട്ടുണ്ട്. 2022 കാണിക്ക മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവനക്കാർക്കെതിരെ 2023 കേസെടുത്തതായിട്ട് രേഖയുണ്ട്. 2000 ശേഷം കാണിക്ക മോഷണ വിവരങ്ങളെല്ലാം അതിൻ്റെ എല്ലാം വിവരങ്ങൾ കോടതിയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമലയിലെ കാര്യം മാത്രമാണ്. ഇതുപോലെ തന്നെ ഗുരുവായൂർ സംഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന വലിയ വലിയ കൂറ്റൻ പാത്രങ്ങൾ, അവിടെ ഉരുളി, ഓട്ടുരുളി തുടങ്ങിയ വസ്തുക്കൾ, സ്വർണം, ഈവൻ ആനയെ പോലും കാണാതായെന്ന് ഒരു കാലത്ത് രേഖയിലില്ല. കാണാൻ കഴിഞ്ഞാൽ മോഷ്ടിച്ചുകൊണ്ട് പോയതിൽ രേഖയിലില്ല. അപ്പോൾ ആന എവിടെ ഉണ്ടാവാം? ആന പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതല്ല, സമർപ്പിക്കപ്പെട്ട ആന ദേവസ്വത്തിൻ്റെതായിട്ട് രേഖയിൽപ്പെടാതെ വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളതാണ് എന്ന് വെച്ചിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന ഈ മോഷണം, ആ മോഷണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ഇതൊക്കെ സാങ്കേതികമായ ഒരു സംവിധാനത്തിൽ ഇതൊരു മാനസികമായ അവസ്ഥ കൂടിയാണ്. ഇതിന് നിയോഗിക്കപ്പെടുന്ന ആൾക്കാർ അവരിത് ചെയ്യില്ല എന്ന് ഉറപ്പ് ഉണ്ടായിട്ടാണ് അവരെ നിയോഗിക്കുന്നത്. പക്ഷേ അവരിത് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവും. UP-യിൽ ഉള്ളത് യോഗി ആദിത്യനാഥ് എന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവിടേക്ക് വിശ്വാസികൾ സമർപ്പിച്ച എന്ത് വസ്തുക്കളായാലും ശരി, അത് അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപഹരിക്കപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക തന്നെ ചെയ്യും, തക്ക ശിക്ഷ അവർക്ക് കൊടുക്കും, ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞതുപോലെയാണ്, പറഞ്ഞതുപോലെയാണ്. അത് 2027 തെരഞ്ഞെടുപ്പിൽ ജയിക്കുവോ തോക്കുവോ അതിനെ സ്വാധീനിക്കുമോ എന്നുള്ളതൊന്നും അടിസ്ഥാനത്തിലൊന്നുമല്ല. പറഞ്ഞത് ചെയ്യുന്ന ആളാണ് ഈ യോഗി. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും ഒക്കെ നടത്തി, തട്ടിപ്പുകളും നടത്തി, 3ാമത്തെ വട്ടം കൂടി അധികാരത്തിൽ തുടരുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ മൂക്കും കുത്തി വീണുപോയ ഒരാൾ, അയാൾക്ക് 3ാമത് അധികാരത്തിൽ വരുന്ന യോഗിയെ തടയുവാൻ വേണ്ടിയിട്ട് ഈ കാണിക്ക ഒരു വിവാദമാക്കാൻ കഴിയുമെങ്കിൽ, വിഷയമാക്കുവാൻ കഴിയുമെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഇപ്പോൾ ഈ പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആഹ്വാനമായി വന്നിരിക്കുന്നത്. അതെന്തായാലും ആയിക്കോട്ടെ, അത് മലർപ്പിടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും. പക്ഷേ അയോധ്യയിൽ ഇത് ചെയ്തിരിക്കുന്ന ആരായാലും ശരി, അവർ ഉയർന്നവരായാലും ശരി, താഴെ തരത്തിലുള്ളവരായാലും ശരി, ആരായാലും ശരി, അവരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ തക്ക നടപടി ഉണ്ടാക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ 2026 ഈ സംഭവം ഇത് അവിടുത്തെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന, ഇനി നടക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും കൂടി അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം. നമസ്കാരം. വീണ്ടും കാണാം.